മൂന്നാമത്തെ കാര്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സയൻറ്റിഫിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം, അതിൽ വളരെ പ്രൊഫഷണലായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണോ എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പലപ്പോഴും എ ബി സി ഡി ഇ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. നമ്മളൊക്കെ പഠിച്ച കാലത്തെ ആ പാട്ട് പഠിപ്പിക്കുന്നു ആൽഫബറ്റ്സിൻ്റെ, ഇങ്ങനെ പഠിപ്പിക്കുന്നു. നമ്പേഴ്സ് കുട്ടികളെ കാണാതെ പഠിക്കുന്നു. ഞാൻ പല പേരൻസിനെ മീറ്റ് ചെയ്യുമ്പോൾ അവർ പറയും എൻ്റെ കുട്ടിക്ക് 1 to 10 പറയാൻ അറിയാം. അപ്പം ഞാൻ ആ കുട്ടികളുടെ മുമ്പിൽ ഒരു 2-3 പേന എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പെൻസിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ ചോദിക്കും 2 പെൻസിൽ എടുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. പക്ഷേ അവർക്ക് 1 to 10 പറയാൻ അറിയാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നാൽ നമ്മളത് കാണാതെ പഠിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയല്ല പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നത് ഒരു വലിയ കാര്യമല്ല. കാര്യം ആർക്ക് വേണമെങ്കിലും കാണാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ മെത്തഡോളജി സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ട് ഇംഗ്ലീഷ് പോലൊരു സബ്ജക്ട്സ് ഫോണിക്സിലൂടെയാണോ പഠിപ്പിക്കുന്നത്, ആ ഫോണിക്സ് തന്നെ സൗണ്ട്സ് കറക്റ്റായിട്ടാണോ പഠിപ്പിക്കുന്നത്, അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അവിടെ ഉണ്ടോ, അവർക്ക് അതിനുള്ള ട്രെയിനിങ് നിരന്തരമായിട്ട് കൊടുക്കുന്നുണ്ടോ, കുഞ്ഞുങ്ങൾ അത് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ടോ, നമ്പേഴ്സ് പഠിപ്പിക്കുമ്പം മാത്ത് പഠിപ്പിക്കുമ്പം കോൺസെപ്റ്റ് ആണോ പഠിപ്പിക്കുന്നത് അതോ വെറുതെ കാണാതെ പഠിപ്പിക്കുകയാണോ, കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടിറ്റീസ്, ലാർജർ സ്മോളർ ഓപ്പോസിറ്റ്സ്, ഇതൊക്കെ പഠിക്കുമ്പം അവർ മനസ്സിലാക്കി കോൺസെപ്ച്വലി അപ്ലൈ ചെയ്തിട്ടാണോ പഠിക്കുന്നത്, അതിനുള്ള ഒരു കരിക്കുലവും ഒരു ട്രെയിൻ ടീച്ചിങ് സിസ്റ്റം അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. പലപ്പോഴും ആസ് പേരൻസ്, യങ് പേരൻസ്, നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ CCTV ഉണ്ടോ, സ്കൂളിൽ ഇത് എയർ കണ്ടീഷൻഡ് ആണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആസ് പ്രൊട്ടക്റ്റീവ് പേരൻസ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എൻ്റെ വിശ്വാസം, ചിന്ത കംസ് ത്രൂ എ ലോട്ട് ഓഫ് റീഡിങ് ദാറ്റ് ഐ ഹവ് ഡൺ ത്രൂ സയൻറ്റിഫിക് ജേർണൽസ്, അതേപോലെ തന്നെ പല പബ്ലിഷിങ്സ്, നിരന്തരമായിട്ട് ലോകത്തിൽ നടക്കുന്ന ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസും നമ്മുടെ തന്നെ എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് വിത്ത് ചിൽഡ്രനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ നമ്മുടെ ഇക്കോ സിസ്റ്റത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എയർ കണ്ടീഷൻ ക്ലാസ് റൂംസിനേക്കാളും CCTV ലൈവ് വ്യൂ ചെയ്യുന്നതിനും ഒക്കെ അപ്പുറത്തോട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിനപ്പുറത്തോട്ട് അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഒന്നും വേണ്ട. കളിക്കാൻ പറ്റണം, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം, അവർ പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി പഠിക്കാൻ പറ്റണം. അതിന് പറ്റുന്ന ഒരു ടീച്ചിങ് സിസ്റ്റവും അതിന് പറ്റുന്ന ഒരു കരിക്കുലം അവിടെ ഉണ്ടോ എന്നറിയണം. This I hope will help you decide on the right kindergarten that will be a conducive space for your child to grow. Because ഈ ഏജിലാണ് അവരുടെ ഏറ്റവും കൂടുതൽ ന്യൂറോ കണക്ഷൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രീതിയിൽ അവരുടെ ന്യൂറോ കണക്ഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് അവരുടെ IQ ലെവൽ, EQ, SQ ഒക്കെ എഫക്റ്റഡ് ആകും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വ്യഗ്രത പിടിച്ച് വെപ്രാളം പിടിച്ച് പിള്ളേരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയതുകൊണ്ട് അവരുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ആവുന്നില്ല. സോ ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നിടത്താണ് ആസ് പേരൻസ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കോൺഫിഡൻറ്റ് ലേണേഴ്സായിട്ട് ഭാവിയിലേക്ക് വാർത്തെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഉള്ള പടികൾ അവർ കയറിപ്പൊക്കോളും ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ. I really hope this video helps you decide on the best kindergarten for your child. I wish all young children the very best and may them get the best learning foundation. Thank you.